ഓരോ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പന്തളത്തൂർ പറഞ്ഞ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് വെച്ചാൽ ശബരിമലയിലെ ആ ഒരു നേരത്തെ യുവതി പ്രവേശ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ എല്ലാ കേസുകളും പിൻവലിക്കും എന്നുള്ളതാണ്. അത് നടക്കില്ലെന്ന് അല്ല ഭരണം കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വെറും വാഗ്ദാനം നൽകുന്നതാണോ? രേഖയാണല്ലോ കാര്യങ്ങളെല്ലാം. ശബരിമല വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എൻ്റെ കണക്ക് പറയാനിപ്പോൾ ഞാൻ അത് പ്രിപ്പയർഡ് അല്ല. ഇതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങളൊന്നും അതൊന്നും വലിയൊരു നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ എന്നുള്ള നിലയിലല്ലാതെ ഒരു രാഷ്ട്രീയപരമായി അതിനെ കാണുന്നില്ല. ഏകദേശം 2 ആഴ്ചയോളം പിന്നീട് ആത്മഹത്യാക്കുറിപ്പിൽ അവർ അനുഭവിച്ച പീഡനം, സ്വന്തം മകനാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിൽ അയാൾ പീഡിപ്പിച്ച ഓരോ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ടാകുന്നു. ഇപ്പോഴും പോലീസ് അയാളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ല, പോലീസ് കർശനമായ നടപടി സ്വീകരിക്കാതെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോലീസ് ഒരു നടപടി സ്വീകരിച്ച ഒരാളിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പോറ്റി തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് സമയമെടുത്തല്ലോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ട് മാത്രമേ ഒരു അറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇന്ന് ഉടനെ അരമണിക്കൂറിന് അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കേസുകളും നടക്കില്ല. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നിടത്തോളം കാലം ന്യായമായും നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഇനിയിപ്പം എന്തായാലും ഒരു UDF ഭരണം കേരളത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി എന്തായാലും ഇത് തമ്മിൽ അടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച ശേഷം സംഘടനാ സ്ഥാനത്തെങ്കിലും കയറാമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ എളുപ്പമായി. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം പലപ്പോഴും ഈ അന്വേഷണ സംഘത്തിനോട് പറയുന്നുണ്ട് കൂടുതൽ ആളുകൾ ഉണ്ട്, വലിയ ഉന്നതരുണ്ടെന്ന്. അദ്ദേഹം ഈ ഉന്നതരൊക്കെ തന്നെ രംഗത്ത് വരുമോ? അവരെയൊക്കെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണോ? അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഏത് ഉന്നതനായാലും അത് ഉദ്യോഗ രംഗത്തായിരുന്നാലും പൊതുപ്രവർത്തന രംഗത്തായിരുന്നാലും പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ കേസിൽ പ്രതിയാക്കേണ്ടപ്പെടേണ്ട വ്യക്തിയാണെന്ന് തോന്നിയാൽ ആ പ്രതിയാവുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അതിന് ഉതകുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതിന് ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും കൊടിയും നിറവൊന്നും നോക്കുന്ന പ്രശ്നമില്ല. കർശനമായ നടപടി സ്വീകരിക്കുക, അത് തന്നെയാണ് നയമെന്ന് പറഞ്ഞു. ആരൊക്കെ പങ്കാളികളാണെന്ന് പോലീസ് അന്വേഷണ സംഘം, കോടതി നിയമിച്ച അന്വേഷണ സംഘമാണല്ലോ, അന്വേഷണ സംഘം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തിയാലും അതിന് പൂർണ്ണ പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. എനിക്കറിയില്ല. അത് അതിന്റെ നിയമവശങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. കേസ് പിൻവലിക്കുന്നത് സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള കേസുണ്ടായിരിക്കുമല്ലോ. നോൺ ബെയിലബിൾ കേസ്, സാധാരണ പെറ്റി കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വർഗീയ കലാപം സൃഷ്ടിക്കുന്നതിനുള്ള കേസുണ്ടാവും. അങ്ങനെ പല രൂപത്തിലുള്ള കേസുണ്ടല്ലോ. കേസുകളൊക്കെ ചിലതെല്ലാം പിൻവലിക്കുന്നത് ആ കേസിന്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. ഇനിയിപ്പം അദ്ദേഹം പറഞ്ഞത് ഏത് രൂപത്തിലാണെന്നുള്ളത് എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ഇങ്ങനെയുള്ള വ്യാജ പ്രഖ്യാപനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതായത് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അത് നടക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണോ അവരങ്ങനെ? അതായത് എന്താണെന്നറിയില്ല. ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർക്ക് കഴിഞ്ഞ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു കാര്യവും ഗൗരവമായി കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പൊ നടന്ന നിയമസഭാ സമ്മേളനം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം മുഴുവൻ ചർച്ചയ്ക്കെടുത്തു. ഒരു നിവൃത്തിയില്ലാതെ അവസാനം ഏതോ ഒരു BJP-കാരൻ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊണ്ടുവന്ന് മറ്റോ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹത്തിനെ പോലുള്ള ഒരു നേതാവ് രാജ്യത്തിന് ആവശ്യമാണ്. അതുപോലും അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർ വിഷയ ദാരിദ്ര്യമാണ്. ഒരു നല്ല ഒരു ജനപങ്കാളിത്തത്തോടു കൂടി ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ടെലിവിഷൻ ഉള്ളതുകൊണ്ട് ജനം വേണ്ടല്ലോ, 10 പേര് മതി. പ്രതിഷേധമായി മാറുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നതിന് ഒരാളിനെ കിട്ടുന്നില്ല. ഈ ഓണക്കാലത്ത് തന്നെ സുഭിക്ഷമായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്നിനും ഒരു കുറവില്ല. നടക്കൂലെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നു. അപ്പം അതിനൊന്നും ഒരു മറുപടി പറയാൻ ഇല്ല. സാധാരണ പ്രതിപക്ഷത്തിൻ്റെ റൈറ്റാണ് റൂൾ 50 എന്ന് പറയുന്നത്.
അത് ചർച്ചയ്ക്ക് എടുക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും ചർച്ചയ്ക്ക് എടുത്തപ്പോൾ അത് തന്നെ ഒരു വിഷമമായി, ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ എന്ന്. അപ്പോൾ വാക്കൗട്ട് പ്രസംഗവും നഷ്ടപ്പെട്ടു ചർച്ചയ്ക്ക് എടുക്കാതെ വന്നപ്പോൾ.